നിശ്ചിതമായിട്ട് എന്താ പറയാ കീറി മുറിച്ച് ആ എന്താ വ്യക്തിയിലേക്ക് തന്നെ കടന്നേറ്റുന്ന രീതിയിലാണ് റിവ്യൂ ചെയ്തത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? നമ്മുടെ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് ഈ ലോകത്തെ ഏകദേശം ലോകിന് പറയാൻ പറ്റും. അതിൽ പൊട്ടിക്കറി നിങ്ങൾ കണ്ടിട്ടില്ലേ മനുഷ്യരെ? അതിലും ഭ്രാന്തമായ അവസ്ഥയെ കണ്ടിട്ടില്ലേ? പിന്നെ അച്ഛൻ ബ്ലോക്കാണ് തീരുമാനിക്കുന്ന ഓരോ മനുഷ്യന്റെ വികാരം. ആളെ ചൊട്ടിക്കായിരിക്കും ഒന്നും എനിക്ക് പ്രശ്നമല്ല. അയാളല്ല ഇവിടുത്തെ വികാരങ്ങളുടെ അളവ് വെക്കുന്ന ആള്. അയാൾ അളവ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അളവ് നല്ലതല്ല അയാൾക്ക്. കാരണം അസത്യമാണ് പറയുന്നത്. ആ കുട്ടിയുടെ പെർഫോമൻസ് ഉണ്ട്. ആരെങ്കിലും പറഞ്ഞു ആ കുട്ടിയുടെ പെർഫോമൻസ് ആണ് ആ സിനിമയിൽ ഒറ്റ സീനേ ഉള്ളൂ. ആ പെർഫോമൻസിൽ ഈ സിനിമയില്ല. അങ്ങനല്ല എങ്ങനെ പെർഫോം ചെയ്യുക? അന്യ നാട്ടിൽ പോയി ഒന്നുമില്ലാതെ വീട്ടും ഒന്നുമില്ലാതെ നശിച്ചു പോയ കുട്ടി, ബോംബെയിൽ വന്ന് ശരീരം വെക്കേണ്ട അവസ്ഥ വന്ന കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യാൻ അറിയില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ അവാർഡ് കിട്ടി, ഒരു അവാർഡ് കിട്ടി സിനിമയ്ക്ക്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അവാർഡ് കിട്ടി. അല്ലാതെ ഫാൻസി ഡ്രസ്സാണ് കാണിച്ചെന്നൊക്കെ പറയുന്നത് അത് മനസ്സിൽ നന്മയില്ലാത്തതുകൊണ്ട് തന്നെയാണ് കണ്ടത്. ഇതിനേക്കാൾ ഇമോഷണലായിട്ട് ഒരുപാട് ആൾക്കാർ പുറത്ത് ഞങ്ങളുടെ വീഡിയോ കാണിക്കില്ലേ എന്ന് പറഞ്ഞ കുറച്ച് വീഡിയോകളുണ്ട്. ഇതിലും ഇന്നലെ ഞാൻ വനിതയിൽ പോയ സമയത്ത് ഒരു 90% ആൾക്കാരുണ്ടായിരുന്നു. നിങ്ങൾ ക്ലൈമാക്സ് കണ്ടാണ്. അപ്പോൾ ആ ഷോട്ടായപ്പോൾ കൈ അടിച്ചപ്പോൾ ഞങ്ങൾ സാരംഗി മൊബൈലിലൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായി. അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു ആൻറ്റി അവിടെ നിന്ന് നടന്നു വന്നിട്ട്, അപ്പോൾ നമ്മൾ പുറത്തോട്ട് പോകാനാണ്. പക്ഷെ അവർ വന്നപ്പോൾ അവരിങ്ങനെ തലയിറങ്ങി വീഴാൻ പോണ അവസ്ഥയിലാണ് എന്നെ മൂസയെ വന്ന് പിടിച്ചിട്ട് അവർ പൊട്ടിക്കഴിഞ്ഞിട്ട്. എനിക്ക് വേറെ ആരും പറയാത്തൊരു കമന്റ് അവർ പറഞ്ഞു. ബാക്കി എല്ലാവരും പറഞ്ഞാൽ എൻ്റെ മോനെ പുറത്തോട്ട് വിട്ടു വിഷമായി, ഇനി ഇവിടെ നിൽക്കുന്ന ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അവരെൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് എൻ്റെ മകന്റെ ഇഷ്ടം അല്ലെങ്കിൽ അവന്റെ ആഗ്രഹം ഞാൻ അവൻ്റെ അടുത്ത് ഇതുവരെ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അമ്മ. അതാണ് എന്നെ സംബന്ധിച്ച് ഈ സിനിമ. പുറത്തോട്ട് പോകണതോ അകത്തോട്ട് പോകണോ അതൊന്നുമല്ല. എൻ്റെ മകന്റെ ആഗ്രഹം എനിക്ക് ഇതുവരെ ചോദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എൻ്റെ മൂസയുടെ മേത്ത് കെട്ടിപ്പിടിച്ചിട്ട് ആ അമ്മ കരഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തല ഇറങ്ങി എന്ന് പറയും. അപ്പം അങ്ങനെ കുറെ നമ്മൾ വീഡിയോ കാണിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്. ഇത് നമുക്ക് നെഞ്ചി തൊട്ട് പറയാൻ പറ്റും. ഇത് ഞങ്ങൾ പൈസ കൊടുത്തിട്ട് പറയിപ്പിച്ച വീഡിയോസ് അല്ല. ഞാൻ പറഞ്ഞില്ല, നമുക്ക് പ്രൊമോഷന്റെ ഭാഗമായിട്ട് മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് പല ആൾക്കാരും നമ്മളെ വീഡിയോ എടുക്കാൻ വന്ന പിള്ളേരുടെ അടുത്ത് വെച്ചാൽ അവരെ കണ്ടിട്ട് ഇമോഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ ഓഡിയൻസിലേക്ക് സിനിമ എത്തുന്നതാണ് നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷെ ഇത് കൂടുതൽ എത്താനാണ് അറിയാലോ, ഫാമിലി ഓഡിയൻസ് വന്ന് ഒരു ടൈം എടുക്കും. അതിനാണ് നിങ്ങളുടെ സപ്പോർട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുള്ളൂ ചോദിക്കാം. മാറിയ കാലത്തിലും അതിനൊരു മാറ്റമില്ലാതെ തുടർന്നുകൊണ്ട് പോവുകയാണ്. അപ്പൊ ഇതിന് ആ ഒരു എന്താ ഒരു സബ്ജക്ട് അതിനകത്ത് ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പൊ പോസിറ്റീവ് മാത്രമല്ലല്ലോ ഒരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ വരാറുള്ളത്, പല സ്ഥലത്തുനിന്ന് നെഗറ്റീവ് വരാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വന്നിരുന്നു? കാരണം ചില സ്ഥലത്തുനിന്ന് പ്രതികരണം അങ്ങനെ ഒരു, അതായത് മുഖ്യമന്ത്രിയെ കാണാൻ ഇത്ര ബുദ്ധിമുട്ടില്ല എന്നുള്ള രീതിയിൽ അവരുടെ അനുകൂലികൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ അത്ര വലിയ പാടാണെന്ന് ചോദിച്ചാൽ ചിലപ്പോ ഒന്നാമത് നമ്മളെല്ലാവരും ഓരോ രാഷ്ട്രീയ പാർട്ടികളിൽ അല്ലെങ്കിൽ സംഘടനകളിലൊക്കെ വിശ്വസിക്കുന്നതാണ്. അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണോ ഇരിക്കുന്നത് ആ പാർട്ടിയിൽ ഒരു മുഖ്യമന്ത്രി ആണെങ്കിൽ നമ്മൾ ആ പാർട്ടിയായിട്ട് കുറച്ച് കൂടുതൽ നമ്മൾക്ക് ഹെൽപ്പാവും ഒന്ന് കാണാൻ വേണ്ടി. അപ്പൊ നമുക്ക് മുഖ്യമന്ത്രിനെ കാണണം നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരിക്കാം. പക്ഷേ ഇതിലൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാർ, അതിപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ അല്ലെങ്കിൽ ഇതിലൊന്നും ഇല്ലാത്ത ഒരാള് ഒരു